സ്ത്രീധന പീഡനവും ആത്മഹത്യയും ഒക്കെ കേരളത്തിൽ പുതിയ വിഷയങ്ങളല്ല. ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ. ഉത്തരയും വിസ്മയയും അതുല്യയും വിപഞ്ചികയും തുഷാരയും ഷൈനി കുര്യാക്കോസും എല്ലാം കേരളത്തിൽ ഉയർന്നു കേട്ട സ്ത്രീധന പീഡന കേസുകളിലെ ഇരകളാണ്. അറിഞ്ഞും അറിയാതെയും ജീവൻ നഷ്ടമായവർ. അതിലൊടുവിലായി എഴുതി ചേർക്കപ്പെട്ടതാണ് അർച്ചനയുടെ പേര്. ഗർഭിണിയായ യുവതി, വിവാഹം കഴിഞ്ഞ ഏതാനും മാസങ്ങൾ നീണ്ട കുടുംബജീവിതം. ഒടുവിൽ പൊള്ളലേറ്റ നിലയിൽ അർച്ചനയെ കണ്ടെത്തിയപ്പോഴാണ് പലരും പലതും അറിഞ്ഞത്. ഗർഭിണിയായ അർച്ചനയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ ഭർത്താവ് ഷാരോണിനെ സ്ത്രീധന പീഡന വകുപ്പുകൾ ചുമത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കുമെതിരെ ഗുരുതര ആരോപണവുമായി മരിച്ച അർച്ചനയുടെ കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ട്. അർച്ചനയെ ഭർത്താവ് കൊലപ്പെടുത്തി എന്നാണ് അച്ഛൻ ഹരിദാസ് ആരോപിക്കുന്നത്. സ്ത്രീധനം ചോദിച്ചാൽ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു വരാൻ മകളോട് ഹരിദാസൻ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഭർത്താവ് അവളെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു എന്നും ഹരിദാസ് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4 മണിക്ക് വീടിന് പിറകിലെ കോൺക്രീറ്റ് കാനയിലാണ് അർച്ചനയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഭർത്താവ് ഷാരോണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. സ്വർണ്ണാഭരണ നിർമ്മാണ തൊഴിലാളിയായ ഹരിദാസിനെ കഴിഞ്ഞ ദിവസം വാർഡ് മെമ്പർ ബിന്ദു പ്രിയനാണ് മകളുടെ ദുരന്ത വാർത്ത വിളിച്ചറിയിച്ചത്. 7 മാസം മുൻപ് ഒരു വിഷുദിനത്തിൽ വീട് വിട്ടിറങ്ങിയതാണ് ഹരിദാസന്റെ 2ാമത്തെ മകളായ അർച്ചന. അർച്ചനയെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുകയായിരുന്നു ഷാരോൺ. വിവാഹബന്ധത്തിൽ മകൾ അനുഭവിച്ച ദുരന്തത്തിന് പലതവണ സാക്ഷിയായിട്ടുണ്ട് ഹരിദാസൻ. പൊതുസ്ഥലത്ത് വെച്ച് മകളെ ഷാരോൺ തല്ലിയതിന് സ്റ്റേഷനിൽ പോയതാണ് ഒടുവിലത്തെ സംഭവം. സംശയരോഗിയായിരുന്നു ഷാരോൺ എന്ന് ഹരിദാസ് പറയുന്നുമുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിലും മകളെ പീഡിപ്പിച്ചുവെന്നും വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ മകളെ സമ്മതിക്കില്ലായിരുന്നു എന്നും വീട്ടുകാർ അറിഞ്ഞിരുന്നു. അവൾക്ക് അവനെ പേടിയായിരുന്നു. വിവാഹശേഷം വീട്ടിലേക്ക് വന്നിട്ടില്ല. പഠിക്കാനുള്ള ബുക്കുകൾ ഞാൻ കൊടുത്തയച്ചിരുന്നു. കഞ്ചാവ് കേസിലെ പ്രതിയായിരുന്നു ഷാരോൺ. ഈ ബന്ധം വേണ്ടെന്ന് മുൻപേ ഞാൻ പറഞ്ഞതാണ്. മകളെ നിരന്തരം അവൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഹരിദാസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മകളുടെ മരണവാർത്തയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. അളഗപ്പ നഗർ പോളിടെക്നിക്കിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയ അർച്ചന കുറച്ചുകാലം ജോലി ചെയ്തിരുന്നു. അർച്ചനയുടെ അമ്മ വീടിന് സമീപം ഷാറൂണും കുടുംബവും വാടകയ്ക്ക് താമസിക്കാൻ എത്തിയപ്പോഴാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടതും പിന്നീട് അത് പ്രണയത്തിലെത്തിയതും. വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നതിന് കാരണമായതും ഇതൊക്കെ തന്നെയായിരുന്നു. ഷാറൂൺ സ്ഥലം വാങ്ങി വീട് വെച്ചിട്ട് അധികമായിരുന്നില്ല. പെയിന്റിങ്ങിനും മറ്റും ഉപയോഗിച്ചിരുന്ന മണ്ണെണ്ണ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഷാറൂണിന്റെ അമ്മ സഹോദരിയുടെ കുട്ടിയെ അങ്കണവാടിയിൽ നിന്നും കൂട്ടുന്നതിനായി പോയ സമയത്തായിരുന്നു മരണം. വീടിനോട് ചേർന്ന വെള്ളമില്ലാത്ത കനാലിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ജഡം കണ്ടെത്തിയത്. ഹരിദാസിന്റെ പരാതിയിൽ ഷാറൂണിനെതിരെ സ്ത്രീധന പീഡന വകുപ്പുകൾ ചുമത്തിയാണ് വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഷാറൂണിന്റെ അമ്മയെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ തീരുമാനം തുടരന്വേഷണത്തിന് ശേഷമേ ഉണ്ടാകൂ എന്നാണ് വിവരങ്ങൾ. ജീവിതത്തിൽ ഉടനീളമുള്ള മുറിപ്പാടുകൾ സൃഷ്ടിക്കുന്നവയാണ് സ്ത്രീധനത്തെ ചൊല്ലിയുള്ള ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, മറ്റു ക്രൂരമായ ആക്രമണങ്ങൾ എന്നിവ. ശുഭപ്രതീക്ഷയോടെയും പുതുജീവിതം ആരംഭിക്കുന്ന ആവേശത്തോടെയും നല്ല ഭാവി സ്വപ്നം കണ്ട വരന്റെ വീട്ടിലേക്ക് കയറുന്ന നിഷ്കളങ്കരായ പെൺകുട്ടി ക്രൂരമായ സ്ത്രീധന പീഡനങ്ങൾക്ക് വിധേയമായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന ഗുരുതരാവസ്ഥയ്ക്ക് വിരാമമിടാൻ ഇനിയെങ്കിലും നമ്മുടെ നാട് തയ്യാറാകേണ്ടതുണ്ട്.